نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, നമ്മുടെ ഇരുലോക വിജയത്തിനായി ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തിനായി സൃഷ്ടാവായ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിച്ച് ഭക്തിയുള്ളവരായി വിശ്വാസമുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഔന്നിത്യം നൽകുന്ന, അവന് ശ്രേഷ്ഠത നൽകുന്ന ഒന്നാണ് എന്നത് നാം മനസ്സിലാക്കണം. പലപ്പോഴും മതത്തെ മനുഷ്യരെ പിന്തിരിപ്പനാക്കുന്നതാണ് എന്നും, അല്ലെങ്കിൽ മനുഷ്യരെ പഴഞ്ചനായി കഴിഞ്ഞ നൂറ്റാണ്ടുകളിലേക്ക് തള്ളിവിടുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതം കൊണ്ട് ഒരു മനുഷ്യനുണ്ടായിത്തീരുന്ന നേട്ടങ്ങൾ എടുത്തു നോക്കിയാൽ ആ മനുഷ്യന്റെ അന്തസ് ഉയർത്തുന്നു എന്നുള്ളതാണ്. എല്ലാ നിലയ്ക്കും ഒരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ശരിയായ മതവിശ്വാസം. ഇതിന് അപാകത വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ മതത്തിന്റെ പേരിൽ ഉണ്ടായിത്തീരാറുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ പദം തന്നെ അതാണ് എന്നെ സൂചിപ്പിക്കുന്നത്. സലാമൂന്നും സലാമത്ത് എന്നൊക്കെ പറഞ്ഞാല് അന്തസ്, സുരക്ഷിതത്വം, അതേപോലെ തന്നെ സമാധാനം എന്നൊക്കെയാണ് അതിനൊക്കെ അർത്ഥം. വിശുദ്ധ ഖുർആൻ അക്കാര്യം വളരെ കൃത്യമായി എടുത്തു പറഞ്ഞതായി കാണുന്നുണ്ട്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി അതിന്റെ പരമമായ സമർപ്പണം അർപ്പിച്ചാൽ, പരിപൂർണമായി ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ സധൈര്യം അവന് മുന്നോട്ട് പോകാവുന്നതാണ്. അവൻ മുസ്ലിം ആരെങ്കിലും തന്റെ തിരുമുഖത്തെ, അതായത് തന്നെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ, സൽക്കർമ്മങ്ങളുമായി നന്മയുടെ ഭാഗങ്ങളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ പരിപൂർണമായ സമർപ്പണം ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ അവൻ ഉറപ്പുള്ളൊരു പിടിവള്ളിയാണ് അവൻ പിടിച്ചിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും പേടിക്കണ്ട, സധൈര്യം അവന്റെ ജീവിതവുമായി മുന്നോട്ട് പോകാം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരാളെ ഈ നിലക്ക് പരിപൂർണമായി അള്ളാഹുവിനെ സൃഷ്ടാവായി, അള്ളാഹുവിനെ ആരാധ്യനായി,
അള്ളാഹുവിന് മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ ഒരാൾ തയ്യാറായാൽ അവന്റെ ജീവിതം സ്വസ്ഥപൂർണമായി തീർന്നുവെന്ന്, അവന്റെ ജീവിതത്തിന് ഒരു അന്തസ്സുണ്ടായി തീർന്നുവെന്ന് ഖുർആനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുമായി ഇറങ്ങിയ വിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞപ്പോ കിതാബുൻ അൻസൽനാഹു ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, എന്തൊക്കെ അന്ധകാരങ്ങളും മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തൊക്കെ പുറത്തുണ്ടോ അതിൽ നിന്നെല്ലാം മനുഷ്യരെ മോചിപ്പിച്ചിട്ട് പ്രകാശത്തിലേക്ക്, പ്രകാശമാനമായ ഒരവസ്ഥയിലേക്ക്, മനുഷ്യനെ തെളിവയിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന് ഖുർആനെ പറ്റി പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഇസ്ലാം പ്രബോധനം ചെയ്ത അതിന്റെ പരിപൂർണത വരുത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോ പറയുന്നുണ്ട്, വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, മനുഷ്യന് ഭാരമായി തീരുന്ന എന്തൊക്കെയുണ്ടോ വിശ്വാസങ്ങളും അല്ലെങ്കിൽ അന്ധകാരങ്ങളും അനാചാരങ്ങളും മനുഷ്യനെ അടക്കി വാണിരുന്ന എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അതിൽ നിന്നൊക്കെ മനുഷ്യരെ മോചിപ്പിച്ച് ഏറ്റവും നല്ല ഒരു രൂപത്തിലേക്ക് പ്രവാചകൻ അവരെ കൊണ്ടുപോകുന്നു എന്നാണ്. മനുഷ്യർക്ക് ഭാരം ഉണ്ടായിരുന്ന എല്ലാം ഇറക്കി വെക്കുക, അവരെ മരുന്ന് പൊറുക്കിയിരുന്ന എല്ലാ ചങ്ങലകളിൽ നിന്നും അവരെ മോചിപ്പിക്കുക, ഇങ്ങനെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിതമാകുന്ന ഒരു സമൂഹത്തെ, ധൈര്യപൂർവ്വം ജീവിക്കാൻ പറ്റുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് കാണാൻ കഴിയും. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇസ്ലാമിന്റെ വിശ്വാസ രംഗത്തെ പറ്റി ആലോചിച്ചാൽ അവിടെ മനുഷ്യന്റെ ബുദ്ധിയെ ഏതെങ്കിലും രൂപത്തിൽ പണയപ്പെടുത്തുന്ന ഒരവസ്ഥ അതിലില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യരൊരു അപമാനം ഉണ്ടാക്കി തീർക്കുന്ന ഒരു രീതി ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസത്തിലില്ല. ആരോടെങ്കിലും പുറത്തു പറയാൻ മടിക്കുന്ന രൂപത്തിലുള്ള ഒരു അപമാനം ഇസ്ലാമിന്റെ വിശ്വാസത്തിലില്ല. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. പരിപൂർണമായും ആരുടെ മുമ്പിലും ഉറച്ച് ധൈര്യമായി സ്ഥാപിക്കാൻ പറ്റുന്നതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ബുദ്ധിപരമാണ് അത്. അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിനെ ആരാധിക്കണം എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മനുഷ്യരുടെ ചിന്തയെ തട്ടി ഉണർത്തിയിട്ട് പറയുന്നത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുക റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. എങ്ങനെയുള്ള റബ്ബാണ്? അല്ലദീ ഖലഖക്കും, നമ്മുടെ ബുദ്ധിയിലേക്ക് നിങ്ങളെ തന്നെ സൃഷ്ടിച്ചില്ലേ, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇങ്ങനെ നിങ്ങളെ രൂപപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്ന ആ അള്ളാഹുവില്ലേ, ആ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. എന്ന് മാത്രമല്ല വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുമ്പുള്ളവരെയും, അങ്ങനെ നിങ്ങളെയും നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ഒരു നാഥനുണ്ടല്ലോ, ആ നാഥനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ശരിപ്പെടുത്തി തന്നവൻ, ആകാശത്തെ സംവിധാനിച്ചു തന്നു, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം തന്നു, അങ്ങനെ എല്ലാം ചെയ്യുന്ന റബ്ബുണ്ടല്ല, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന്. ഇപ്പൊ പടച്ചോൻ ആരാധിക്കുന്നത് ബുദ്ധിപൂർവമായിരിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാം. നേരെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പൂജകൾ അർപ്പിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ, എന്താണ്, എന്തിനാണ് നിങ്ങൾ ഇതിനൊക്കെ പൂജ അർപ്പിക്കുന്നത്, എന്താ നിങ്ങൾ അവിടെ ചെന്ന് ദ്വാരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അവിടെ പോയി സങ്കടം പറയുന്നത് എന്ന് ചോദിച്ചു നോക്കൂ. ബുദ്ധിപരമായ മറുപടി ഇല്ലേ? അത് അങ്ങനെ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇത്തരം കാര്യങ്ങളെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? അതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുകയും എന്നൊരു ഖുർആൻ പറയുന്നുണ്ട്, ഇൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ വെറുതെ അങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി കറ്റി പറയാൻ ഓരോന്ന്. വൈൻഹും ഇല്ലാ യദുന്നൂൻ, അവർ ചില ഊഹങ്ങളാണ് വെച്ച് പുലർത്തുന്നത്. അന്ധവിശ്വാസങ്ങളെ പറ്റിയൊക്കെ ഖുർആൻ അങ്ങനെ പറയുന്നത്. ചില ഊഹങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ, ആരോ പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്നു. അപ്പൊ അള്ളാഹു അല്ലാതെ മറ്റാരിലേക്കെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും സമർപ്പണങ്ങളും ഒക്കെ പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിലൊന്നും ഒരു യുക്തിയുമില്ല, വെറും ചില ആരോപണങ്ങളും അതേപോലെ തന്നെ ഊഹങ്ങളും മാത്രമേ അതിന് പിന്നിലുള്ളത്. പിന്നെ മറ്റൊന്ന് ഖുർആൻ പറഞ്ഞത്, ആളുകളൊക്കെ പറയാറുള്ളത്, ഞങ്ങൾ വാപ്പാര് അതേപോലെ തന്നെ കാരണന്മാര് അവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറയുകയല്ലാതെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ ആ കാര്യം
തെളിയിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയാം. നമുക്കിടയിലുള്ള വിശ്വാസം എടുത്തു നോക്കിയാലും കാണാൻ സാധിക്കും, വിശദീകരിക്കല്ല. ഞാൻ പറഞ്ഞല്ലേ, ഈ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ളത് അത് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഏറ്റവും തെളിവയാർന്ന വിശ്വാസമാണ്. ഒരു ഇലാഹും ഇവിടെ ഇല്ല, ആദ്യം നിഷേധമാണ്. ഒരു ഇലാഹും ഇല്ല. എന്റെ ഭക്തി അർപ്പിക്കാൻ, എന്റെ ബുദ്ധിയെ സമർപ്പിക്കാൻ, അതേപോലെ തന്നെ എന്റെ ജീവിതത്തെ പൂർണ്ണമായും അർപ്പിക്കാൻ ഒരു ശക്തിയും ഇവിടെ ഇല്ല. ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിൽ മാത്രം അർപ്പിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രഖ്യാപിക്കുന്നതിൽ ഒരു അപമാനമില്ല. മറിച്ച് നോക്കൂ, വേറെ എവിടെയെങ്കിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കിയാൽ അത് അങ്ങനെ പോയതാണ്. അത് പലപ്പോഴും ഒരു അഭിമാനമായി അവർക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥയുള്ളത്. അപ്പം പല പൂജകളും നടത്തുന്ന അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വം അതാണ് ഞങ്ങൾ ചെയ്യുന്നത്, തീർച്ചയായും ശരിയാണ് എന്ന് പറയാൻ അവരെ കൊണ്ടാകില്ല. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, അല്ലാഹ് അല്ലാതെ ആരാധിക്കുന്ന എന്തൊക്കെയുണ്ടോ ഫൈനഹും അദുവ്വുൻ ലീനാണ്, ഫൈനഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവ്, ആ രക്ഷിതാവിൽ അർപ്പിക്കുക, അത് മാത്രമാണ് ഞാൻ എന്റെ മനസ്സിൽ കാണുന്നത്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. എന്നിട്ട് പറയുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അല്ലദീ ഖലഖനീ, എന്തുകൊണ്ടാണ് റബ്ബുൽ ആലമീനെ ഞാൻ സമർപ്പിക്കുന്നത്? ആ റബ്ബുൽ ആലമീന്റെ മുമ്പിൽ എന്റെ മുഖം ഞാൻ അർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലദീ ഖലഖനീ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. ഫഹുവ യഹ്ദീൻ, അവരെ എനിക്ക് വേണ്ട മാർഗങ്ങൾ കാണിച്ചു തരികയും ചെയ്യും. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മുടെ അള്ളാഹുമായുള്ള ആ ബന്ധത്തെ നാം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ അള്ളാഹ് എന്നെ ഒരിക്കലും കൈയൊഴിക്കുകയില്ല. ആ അള്ളാഹുവിന്റെ സമർപ്പണത്തിൽ ആ അള്ളാഹുവുമായുള്ള ആ വിശ്വാസം ദൃഢപ്പെടുത്തിയാൽ ഞാനൊരു വഴിയാധാരമാവുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എങ്കിൽ എനിക്ക് വേണ്ട എല്ലാ മാർഗങ്ങളും അവർ കാണിച്ചു തരും. എന്നിട്ട് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, ആ അല്ലാഹുവാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, അതേപോലെ തന്നെ എനിക്ക് വെള്ളം തരുന്നത്, എനിക്ക് രോഗമായാൽ എന്നെ സുഖപ്പെടുത്തുന്നത്, അതേപോലെ തന്നെ എന്നെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ അല്ലാഹുവാണ് എന്ന് പറഞ്ഞിട്ട് പേടി അള്ളാഹുവിൽ മാത്രം അർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശ്വാസത്തെ കേന്ദ്രീകരിക്കുകയാണ്. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അള്ളാഹു എന്നെ ശ്രദ്ധിച്ചുവെങ്കിൽ ആ അള്ളാഹു എന്നെ തീർച്ചയായും പരിപാലിക്കും, ആ അള്ളാഹു എന്നെ എല്ലാ നിലക്കും സംരക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലേക്കാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം എത്തേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കാൻ വിശദമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ എവിടെയൊക്കെ അപാകത വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവിടെ ബുദ്ധിക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ പറ്റുന്നതാകുകയില്ല, എപ്പോഴും മനസ്സിൽ പേടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും എന്നതൊക്കെ കാണാൻ കഴിയും. അപ്പൊ നമുക്കറിയാലോ, ഒരുപാട് അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ രാവിലെ പുറത്തിറങ്ങുമ്പോ ഒരു പേടിയില്ലാതെ പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച ഒരാളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ രാവിലെ പുറത്തിറങ്ങുമ്പോ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാമെന്നാണ്. എല്ലാം അള്ളാഹുവിനെ അർപ്പിച്ചിട്ട്, അള്ളാഹിനെ കൊണ്ടല്ലാതെ വേറെ ഒന്നും ഇവിടെ കഴിയുന്നതില്ല. അതുകൊണ്ട് അള്ളാഹുവിനെല്ലാം അർപ്പിച്ചുകൊണ്ട് ഞാനിതാ പുറത്തിറങ്ങുന്നു. നേരെ മറിച്ച് ആ വിശ്വാസത്തിൽ ചെറിയൊരു വൈകല്യം ഉണ്ടെങ്കിൽ നോക്കൂ, ചെറിയൊരു വൈകല്യം ഉണ്ടെങ്കിൽ ആരെയാണ് ഞാൻ എന്ന് കണി കാണാം എന്ന് ചിന്തിക്കും. രാവിലെ തന്നെ ആരെയാണ് കണി കാണാൻ എന്ന് ചിന്തിക്കും. അതേപോലെ തന്നെ യാത്ര പുറപ്പെടുമ്പോ ഇനി എന്തെങ്കിലും വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിക്കും. കട തുറക്കുമ്പോ ഇനി ഏത് രൂപത്തിലാണ് ഇന്നത്തെ ഭാവി, ആരാണ് കൈനീട്ടം വാങ്ങുക എന്നൊക്കെ പേടിക്കും. ഇങ്ങനെ ഒരുപാട് പേടികളുമായി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയതാണ് കാരണം. ഇബ്രാഹിം പറഞ്ഞ പോലെ അള്ളാഹ് എന്നെ പടച്ചു, ആ അള്ളാഹ് എനിക്ക് വേണ്ട മാർഗം തരും, ആ അള്ളാഹ് എനിക്ക് വേണ്ട ഭക്ഷണം തരും, ആ അള്ളാഹ് എനിക്ക് വേണ്ട വെള്ളം തരും, എനിക്ക് രോഗമായാൽ എന്നെ സുഖപ്പെടുത്തും
എന്ന് പറയുന്ന ആ ഉറച്ച ഒരു വിശ്വാസത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുമ്പോണ്ടാകുന്ന അപാകതകളാണ് ഇതൊക്കെ. ആ നിർഭയത്വത്തെ കണക്കുപോകും, എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ നമുക്കറിയാം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ ഇതൊക്കെ പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഈ രംഗത്തൊക്കെ ഉയർന്നു വന്നാലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പേടികളുമായി ജീവിക്കുന്ന ആളുകളാണ് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും. കാരണം ദൈവവിശ്വാസമില്ല. വിദ്യാസമ്പന്നരായ ആളുകൾ പോലും റോക്കറ്റ് വിക്ഷേപിക്കണമെങ്കിൽ അന്നത്തെ നാള് നോക്കിയിട്ട്, പ്രശ്നങ്ങൾ നോക്കിയിട്ട് അത് പരിഹരിച്ചിട്ട് ശാസ്ത്രീയമായ ഒരു പ്രവർത്തനം പോലും നടത്താൻ സാധിക്കുന്നുള്ളൂ എന്ന്. ലോകത്ത് എത്ര ആളുകളാണ് നക്ഷത്ര ഫലങ്ങളാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്നത്? ഓരോ മാസിക ഇറങ്ങുമ്പോഴും ഈ എന്റെ നക്ഷത്ര ഫലം എങ്ങനെയാണ് എന്ന് ഉത്കണ്ഠയോടെ, ആകുലതയോടെ നോക്കുന്ന എത്ര ആളുകളുണ്ട്? ഒന്ന് ചിന്തിച്ചാൽ പോരെ. അതേ നക്ഷത്രത്തിൽ, അതേ രാശിയിൽ ജനിച്ച വേറൊരു മനുഷ്യരും ഇയാളും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ പോരെ. ജീവിതം പോലെയാണോ? പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു മനഃശാസ്ത്ര മാഗസിൻ ഇതിനെ പറ്റി ഒരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. എത്ര ദിവസം ഒരേ രാശിയിൽ ജനിച്ചിട്ടുള്ള 2000 ആളുകളെ, കാനഡയിലും ഓസ്ട്രേലിയയിലുമുള്ള 2 മനഃശാസ്ത്രജ്ഞന്മാർ കൃത്യമായി 2000 ആളുകളുടെ ജീവിതത്തെ ഇങ്ങനെ പിന്തുടർന്നിട്ട് 45 വർഷം പഠനം നടത്തിയതാണ്. 45 വർഷം പഠനം. ഒരേ നക്ഷത്രത്തിൽ, ഒരേ രാശിയിൽ പിറന്ന ഇത്രയും ആളുകളെ 45 വർഷം പിന്തുടർന്ന് അവരെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തി. എന്തൊക്കെ പഠനം നടത്തിയപ്പോൾ അവര് നോക്കിയിരുന്നത് അറിയാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ, അവരുടെ പഠനം, വായന, സ്വഭാവം, അതേപോലെ തന്നെ അവരുടെ ദാമ്പത്യ ജീവിതം, അതേപോലെ തന്നെ കുടുംബത്തിലെ അവരുടെ പെരുമാറ്റം, അവരുടെ ബുദ്ധിശക്തി, അവരുടെ IQ, EQ, ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പഠനം നടത്തിയിട്ട് ശരിക്ക് ഒരേ രാശിയിൽ ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തുല്യരാകട്ടാണല്ലോ. ആ രാശിയിലുള്ള സഹോദരങ്ങളെല്ലാം തുല്യ രൂപത്തിലാവും അവരുടെ ജീവിതം ശരിക്കും. പക്ഷെ പഠനങ്ങൾ തെളിയിച്ചു പൊള്ളത്തരമാണ് അത് എന്ന്. അപ്പൊ ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോളം അതല്ല മനുഷ്യന്റെ ജീവിതത്തെ നിർണയിക്കുന്നത് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോ അവിടെ ബുദ്ധി ഉപയോഗിക്കാൻ മനുഷ്യർ തയ്യാറാകുന്നില്ല. ബുദ്ധിക്ക് സ്ഥാനമില്ലാത്ത, അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ പറയാൻ പറ്റാത്ത ഒരുപാട് വിശ്വാസങ്ങളാണ് മനുഷ്യർ കൊണ്ടു നടക്കുന്നത്. അത്തരം വിശ്വാസങ്ങളാണ് മനുഷ്യനെ എന്നും ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഇതിലൊക്കെ ആരാ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരുപാട് പണ്ഡിതന്മാരും പുരോഹിതന്മാരും അതേപോലെ തന്നെ മതത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന സിദ്ധന്മാരും മന്ത്രവാദികളും പൂജാരികളും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അവരെ ആളുകളുടെ സമ്പത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാ നിലക്കും സുരക്ഷിതമാണ് അവന്റെ ജീവിതം. നേരമറിച്ച് വിശ്വാസത്തിൽ അപാകത വരുമ്പോ സാമ്പത്തികമായി ചൂഷണം വരുന്നു, ശാരീരികമായി ചൂഷണം വരുന്നു, പലപ്പോഴും അപമാനപ്പെടുന്നു, അതേപോലെ തന്നെ സമ്പത്ത് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ? അൽ അഹ്ബാർ വൽ റുഹ്ബാൻ, 2 പേരുകളാണ് ഖുർആൻ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഏതെല്ലാം വിഭാഗം ആളുകളുണ്ടോ, അതായത് മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഏതെല്ലാം വിഭാഗം ആളുകളുണ്ടോ അവരുടെ എല്ലാം പട്ടിക ഈ 2 പേരുകളിൽ ഒതുങ്ങുന്നു. സിദ്ധന്മാരാകാം, പണ്ഡിതന്മാരാകാം, പുരോഹിതന്മാരാകാം, അത് മുസ്ലിങ്ങളിലേക്ക് വരുമ്പോ തങ്ങന്മാരും ബീവികളുമാകാം. അങ്ങനെ ഏത് വിഭാഗം ആളുകളാണെങ്കിലും ശരി, അവരൊക്കെ ആളുകളുടെ സമ്പത്ത് ഇങ്ങനെ പിടുങ്ങുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെന്നുമാറിയ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട്. എന്നിട്ട് കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാന്റെ മാർഗത്തിലേക്ക് കടക്കുന്നതിൽ നിന്ന് അവർ മുടക്കുകയും ചെയ്യുന്നു. കാരണം സബീലുള്ളതിലേക്കാണ് കടന്നാൽ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചൂഷണത്തിന് അവർ വിധേയരാവുകയില്ല, ചൂഷണത്തിൽ നിന്ന് മുക്തമാകും. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന്,
യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് എപ്പോഴും തടഞ്ഞുകൊണ്ടിരിക്കുകയും എന്നിട്ട് മനുഷ്യരെ ഈ അന്ധവിശ്വാസങ്ങളിൽ തളച്ചിട്ടുകൊണ്ട് അവരെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഇത്തരം ആളുകളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ യഥാർത്ഥ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം മനുഷ്യനെ കരുത്തേക്കുന്നതാണ്. ആ വിശ്വാസം ആളുകൾക്ക് മുമ്പിൽ തുറന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്നതാണ്. ആ വിശ്വാസം മനുഷ്യന് എല്ലാ നിലയ്ക്കും സംരക്ഷണം നൽകുന്നതാണ്. അതിന് വിരുദ്ധമായി വരുന്ന എന്തെല്ലാം വിശ്വാസങ്ങളും അല്ലെങ്കിൽ ആചാരങ്ങളും മനുഷ്യർ കൊണ്ട് നടക്കുന്നുണ്ടോ അവിടെയൊക്കെ അപാകതകളുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ജിന്നിനെ പേടിക്കുന്ന, സിഹറിനെ പേടിക്കുന്ന, അതേപോലെ തന്നെ കൂടോത്രത്തെ പേടിക്കുന്ന ഏത് അവസ്ഥയുണ്ടെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെന്നി മാറിയുള്ള വിശ്വാസത്തിലേക്ക് പോയിട്ട് മനസ്സിലാക്കുക. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ വിശ്വാസത്തിൽ ഒരു ദുൽമും ഒരു കലർപ്പും ഇല്ലാത്ത രൂപത്തിൽ വിശ്വാസം നിലനിർത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉലൈക ലഹുൽ അംൻ, അവർക്ക് പേടിക്കാനില്ല. ഒരു പേടിയും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉലൈക ലഹുൽ അംൻ, അവർക്കാവുന്നു സമ്പൂർണമായ നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാകുന്ന സന്മാർഗം പ്രാപിച്ച ആളുകളാണ്. അപ്പൊ വിശ്വാസം ദൃഢമാക്കി തെളിവയാർന്ന വിശ്വാസവുമായി നടക്കുന്ന അള്ളാഹു, എന്നെ സൃഷ്ടിച്ച അള്ളാഹു തീർച്ചയായും എന്നെ പരിപാലിക്കും, ആ അള്ളാഹുവിൽ നിന്നല്ലാതെ എനിക്ക് യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉലൈക ലഹുൽ അംൻ, എല്ലാ നിലക്കും ഉള്ള നിർഭയത്വം അവനുണ്ട്. ഇത് മാത്രമല്ല ഖുർആൻ പറഞ്ഞെന്താണ്, വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് കിട്ടിയവർ എന്നാണ്. നാളെ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ഈ നിലക്കുള്ള തെളിവയാർന്ന വിശ്വാസവുമായി, അതേപോലെ തന്നെ ആളുകൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കാൻ പറ്റുന്ന സംശുദ്ധമായ വിശ്വാസവുമായി മുന്നോട്ട് പോയെങ്കിലേ ഹിദായത്തിൽ ഉൾപ്പെടുകയുള്ളൂ, പരലോകത്ത് വിജയിക്കുകയുള്ളൂ എന്നുകൂടി ഖുർആൻ പഠിപ്പിക്കാം. ആ നിലക്ക് വിശ്വാസത്തെ പരമാവധി കൃത്യമാക്കാനും ദൃഢമാക്കാനും ശ്രമിക്കണമേ എന്ന് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിച്ചിരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമികമായ ജീവിതത്തിന്റെ മറ്റൊരു പ്രത്യേകത നിർഭയത്വം നൽകുന്നു എന്നതിന് പുറമെ മറ്റൊരു പ്രത്യേകത ഉത്തമമായ ജീവിതം വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ നഹ്ലിലെ 97-ാമത്തെ ആയത്താണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മങ്ങളുമായി ജീവിച്ചു, വഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലമുണ്ട് എന്നല്ല, വഹുവ മുഅ്മിനുൻ, ഈമാൻ ഉള്ളവനായി. പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളതാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ പടച്ചവന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടൂലേ, അപ്പൊ അങ്ങനെ സമൂഹത്തിന് വേണ്ടി ചെയ്ത ഒരുപാട് ആളുകളിൽ അവർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കൂലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അടിസ്ഥാനപരമായ വിശ്വാസം അതില്ലാതെ സൽക്കർമ്മങ്ങൾ അള്ളാഹ് സ്വീകരിക്കൂല. ഒരു ഓഫീസിൽ ഒരാൾക്ക് ഗവൺമെന്റ് സാലറി കിട്ടണമെങ്കിൽ അയാളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ ഓഫീസിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്കൂളൊക്കെ പഠിപ്പിച്ച് എനിക്കും ശമ്പളം കിട്ടണം എന്ന് പറഞ്ഞാൽ ആരും കൊടുക്കാറില്ലല്ലോ. കാരണം അയാളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ വേണം ആ ജോലിക്ക് വേണ്ട. എന്ന പോലെ അള്ളാഹുവിങ്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈമാൻ എന്ന് പറയുന്ന ആ ബേസിക് ക്വാളിഫിക്കേഷൻ വേണം. അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, എന്നിട്ട് ഖുർആൻ പറയണം അങ്ങനെയാണ് എങ്കിൽ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, നല്ല ഒരു ജീവിതം അവർക്ക് നാം നൽകുക തന്നെ ചെയ്യുന്നു. തീർച്ചയായും അവർക്ക് നൽകും. ഫലനുഹ്യിയന്നഹു, തീർച്ചയായും നാം അവർക്ക് നൽകും. ഹയാത്തൻ ത്വയ്യിബ, നല്ല ജീവിതം.
അപ്പൊ സുരക്ഷിതമായ ഒരു ജീവിതം, അതേപോലെ തന്നെ ഉത്തമമായ ഒരവസ്ഥ ജീവിതത്തിൽ, അത് തീർച്ചയായും ഇങ്ങനെ വിശ്വാസം, നല്ല വിശ്വാസവും സൽക്കർമ്മങ്ങളുമായി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഖുർആൻ പ്രത്യേകം പറഞ്ഞാണ് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വിവേചനം പെണ്ണിനോട് കാണിക്കാതെ തന്നെയാണ് ഈ ആയത്തിൽ പറയുന്നത്. ആണാവട്ടെ പെണ്ണാവട്ടെ അതിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെ നല്ലൊരു ജീവിതം ഭഗവത്ത് നൽകുന്നുണ്ട്. നമുക്കറിയാം, വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന, സൽക്കർമ്മങ്ങളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം സ്വസ്ഥപൂർവമായിരിക്കും, ജീവിതം ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും. കാരണം അയാൾ മദ്യത്തിന് അനുഭവപ്പെടുകയില്ല, ലഹരി ഉണ്ടാവുകയില്ല, ജീവിതം ഒരു ചിട്ടപ്പെടുത്തപ്പെട്ട രൂപത്തിലായിരിക്കും, ക്രമീകരണം ഉണ്ടാവും ജീവിതത്തിൽ. കാരണം ആ സമയത്തുള്ള നമസ്കാരം, ഇതൊക്കെ മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്താ? ഒരു ചിട്ടയാണല്ലോ. ആ നിലക്ക് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സ്വസ്ഥത, അതാണ് ഹയാത്തുൽ ത്വയ്യിബത്ത് എന്ന് പറയുന്നത്. ഇനി ഈ വിശ്വാസത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അപാകത വന്നാലോ അവിടൊക്കെ ജീവിതം അസ്വസ്ഥപൂർണ്ണമാകും, ഹയാത്തുൽ ത്വയ്യിബത്ത് മാറും. കാരണം ഞാൻ വിചാരിക്കാണ് എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും ഇത് വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അയൽവാസികളുമായി നല്ല രൂപത്തിൽ കഴിഞ്ഞുകൂടാൻ കഴിയില്ല. നേരെ ശരിയായ വിശ്വാസമുള്ള സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയൽവാസിയെ ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ. ആ ജീവിതം നല്ല സുഖകരായിരിക്കും. അതേപോലെ തന്നെ കുടുംബങ്ങളുമായി ഏറ്റവും നല്ല കെട്ടുറപ്പുള്ള ബന്ധമായിരിക്കും. നേരെ വിശ്വാസത്തിലും കർമ്മങ്ങളിലും എവിടെയെങ്കിലും അപാകത വരികയാണെങ്കിൽ അത് എനിക്ക് അവർ ചെയ്തതായിരിക്കും. പരസ്പരം തെറ്റുകളായി, കുറ്റങ്ങളായി, ശത്രുക്കളായി, അങ്ങനെ ജീവിതം തന്നെ അസ്വസ്ഥപൂർണമായി തീരുന്ന അവസ്ഥ വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ സംരക്ഷണം നൽകുന്നതാണ് ഇസ്ലാമിന്റെ വിശ്വാസവും കർമ്മങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യന്റെ ബുദ്ധിയാവട്ടെ, അഭിമാനമാവട്ടെ, ജീവനാവട്ടെ, സമ്പത്താവട്ടെ, കുടുംബമാവട്ടെ, ഇതൊക്കെയാണല്ലോ പ്രധാനമായി നമ്മൾ പറയാറുള്ളത്. ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ളതാണ് ഇസ്ലാമിന്റെ വിശ്വാസവും കർമ്മങ്ങളും എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇതിനൊക്കെ എവിടെയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുവോ അവിടെയൊക്കെ ഈ വിശ്വാസത്തിലും കർമ്മങ്ങളിലും അപാകതകൾ വന്നിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോ ഇസ്ലാമിൽ ആരാധനകൾ എടുത്തു നോക്കൂ. നമസ്കാരമാണെങ്കിലും, നോമ്പാണെങ്കിലും, സക്കാത്താണെങ്കിലും, ഹജ്ജാണെങ്കിലും, ഇവിടെ ഒന്നും മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നുമില്ല. നേർമറിച്ച് നേർച്ചകളാവട്ടെ, പൂരങ്ങളാവട്ടെ, അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ആചാരങ്ങളാവട്ടെ, കുത്തുറാത്തിയുമാവട്ടെ, അതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭയവും പേടിയും, പലപ്പോഴും വെടിക്കെട്ടുകൾ കൊണ്ടുള്ള പേടി, അതേപോലെ തന്നെ ആനകളുടെ ആക്രമണം, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറയാൻ മുന്നോട്ട് വരുന്നില്ല പണ്ഡിതന്മാർ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതാണ്, ഒരുപാട് അന്യായമായ രൂപത്തിൽ സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ വരുമാനം പലപ്പോഴും പല സ്ഥാപനങ്ങൾ നടക്കുന്നത് പോലും ഇത്തരം ഇതിന്റെ പേരിലാണ്, പൂരങ്ങളുടെയും ജാരങ്ങളുടെയും ഒക്കെ പേരിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഇത്ര വരുമാനമുള്ള വേറെ സാധനം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പല കാര്യങ്ങൾക്കും മുടക്ക് മുതലുണ്ടല്ലോ. ഇതിന് മുടക്ക് മുതലില്ലാത്ത രൂപത്തിൽ തന്നെ കുറച്ചൊരു പൊടി മതി, അല്ലെങ്കിൽ ഒരു മുടി മതി, അല്ലെങ്കിൽ ഒരു മയ്യത്ത് മതി, അതൊക്കെ പൈസയാക്കി മാറ്റുകയാണ്. അങ്ങനെ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ വിഭാഗം ജീവിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനൊക്കെ എടുത്തു നോക്കിയാൽ ഇതൊന്നും ഇസ്ലാം അല്ല എന്ന് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ ആരാധനകളും അതേപോലെ തന്നെ അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും സമ്പത്തിനും അതേപോലെ തന്നെ ബുദ്ധിക്കും എല്ലാം സുരക്ഷിതത്വം നൽകുന്ന, ഏറ്റവും നല്ല ജീവിതം നൽകുന്ന ഒരവസ്ഥയാണ് ഇസ്ലാം നമ്മുടെ മുമ്പാകെ വെക്കുന്നത് എന്ന് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകൂ. അല്ലാഹു റസൂൽ പറഞ്ഞതിലേക്ക് നിങ്ങൾ വരൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ജീവിതത്തിലേക്ക്, നല്ലൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് അല്ലാഹു റസൂൽ ചെയ്യുന്നത്. ഈ നിലക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ അതിന്റെ അവസാനം അവർ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ
പരലോകത്ത് പ്രതിഫലം നൽകുകയും ചെയ്യും. അപ്പൊ ഒരു വിശ്വാസിയായ പുരുഷൻ, വിശ്വാസിയായ സ്ത്രീ ആരാണെങ്കിലും ശരി, സൽക്കർമ്മങ്ങൾ വിശ്വാസത്തോടുകൂടി ചെയ്യാൻ നല്ലൊരു ജീവിതം ഈ ലോകത്തുണ്ടാവും. നാളെ പരലോകത്ത് ഏറ്റവും ഉത്തമമായ രൂപത്തിലുള്ള പ്രതിഫലം അള്ളാഹു വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന്. ഈ നിലക്ക് നമ്മുടെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ശുദ്ധീകരിക്കാനും അത് ദൃഢീകരിക്കാനും പരമാവധി ശ്രമിക്കുക. ഇതിനൊക്കെ പ്രയോക്താക്കളായി അതോടൊപ്പം അതിന്റെ പ്രചാരകരായി കൂടി നമ്മൾ ഉണ്ടാകണം എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പള്ളിയുടെ കാര്യത്തിന് വേണ്ടി കളക്ഷൻ എടുക്കുന്നുണ്ട്. അത് പുറത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതുമായി പരമാവധി എല്ലാവരും സഹകരിക്കണം. അത്തരം പ്രവർത്തനങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അപാകതകളും പോരായ്മകളും ഒക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കിടയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് അവരുടെ ഈമാനികമായ ആവേശവും ശക്തിയും അതോടൊപ്പം എല്ലാ നിലക്കുമുള്ള സ്വസ്ഥതയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു നല്ല രൂപത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവരുടെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار